തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ്. നഗരസഭയിലെ 48 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചത്. കെ ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശബരിനാഥൻ കവടിയാറിൽ നിന്ന് മത്സരിക്കും. നാളെ മുതൽ വാഹന പ്രചാരണം ആരംഭിക്കും. ചൊവ്വാഴ്ച അന്തിമ പട്ടിക പുറത്തുവിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. നഗരസഭയുടെ അഴിമതി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ ആവശ്യകത അതിലൂന്നിക്കൊണ്ട് 3-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിന്റെ കോർഡിനേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 101 വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ് അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. നഗരസഭയുടെ അഴിമതി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ ആവശ്യകത അതിലൂന്നിക്കൊണ്ട് 3-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിന്റെ കോർഡിനേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 101 വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ് അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് UDFന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടമായി 48 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 53 പേരുടെ പട്ടിക അത് ചൊവ്വാഴ്ച തന്നെ അന്തിമമായ ചർച്ചകൾക്ക് ശേഷം പുറത്തുവിടുമെന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മുൻ അരുവിക്കര MLAയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ ശബരിനാഥൻ കവടിയാറിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം, കവടിയാർ വാർഡിൽ മത്സരിക്കുമെന്ന കാര്യം ന്യൂസ് 18 തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ വഴുതക്കാട് വാർഡിൽ നിന്നും, അതോടൊപ്പം KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ്, വൈഷ്ണ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിനിയാണ്. വൈഷ്ണയെ കളത്തിലിറക്കുന്നതിലൂടെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. സമരമുഖങ്ങളിലൊക്കെ പരിചിതമായ മുഖമാണ് വൈഷ്ണ. അങ്ങനെയാണ് വൈഷ്ണയ്ക്ക് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ യുവമുഖങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഗരസഭയിൽ ഉള്ളതിലെ ഏറ്റവും മുതിർന്ന നേതാവായ ജോൺസൺ ജോസഫ് ഉള്ളൂർ വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. അങ്ങനെ 48 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശേഷിക്കുന്നവരുടെ പട്ടിക 2 ദിവസത്തിനകം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷം, ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം സജീവമായി നേതൃത്വം നൽകുന്നുണ്ട്. അത് വൈകാതെ തന്നെ ആ ചർച്ചകൾ പൂർത്തിയാകും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ 10 സീറ്റുകൾ മാത്രമായി 3-ാം സ്ഥാനത്താണ് UDF ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ. അവിടെ ഏത് വിധേനയും 51ലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു നിർണായകമായ നീക്കത്തിലേക്ക് UDF കടന്നിരിക്കുന്നത്, കോൺഗ്രസ് കടന്നിരിക്കുന്നത്.